ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. നമ്മൾ സ്കോർപ്പിയൻ സ്കോർപ്പിയനോടൊപ്പം സ്കോർപ്പിയൻ എന്ന് പറഞ്ഞാൽ ചലന്തിയാണ്. ചലന്തി അതിൻ്റെ ഉള്ളിലുണ്ട് ആള്. കറുപ്പ് കാണാം, കറുപ്പോടുണ്ട് ഉള്ളിലുണ്ട് ആള്. മെക്സിക്കനാണ് എംബർ സ്കോർപ്പിയൻ. 5 മുതൽ 8 വയസ്സ് വരെ. ഇത് 20 മുതൽ 25 വയസ്സ് വരെ ജയിക്കും. മെക്സിക്കനാണ്. മെക്സിക്കൻ സിൽവർ വുഡ് ഡക്ക് അമേരിക്ക. ഡക്ക് അർജന്റീന 15 മുതൽ 20 വയസ്സ്. നിറയെ കാഴ്ചക്കാരുണ്ടെന്ന്. നല്ല തിരക്കുള്ള ദിവസമാണ്. ക്രിസ്മസ് വെക്കേഷൻ, അതേപോലെ മദ്രസകൾ ഒക്കെ എല്ലാവരും ഇറങ്ങി വരുന്ന അരാപ്പൈമ ഒറിജിനൽ ആമസോൺ കാടുകളിൽ മറ്റൊക്കെ കൂടുതലായി കാണുന്ന 20 വയസ്സ് വരെ ജീവിച്ചിരിക്കും. റെഡ് ബൾട്ട് പിരാനയുണ്ട്, അരാപ്പൈമ രണ്ടുണ്ട് ഇതിന്. അരാപ്പൈമ വ്യത്യസ്ത കിളികൾ. ഓസ്ട്രേലിയ ആണ് കുറച്ച് 15 മുതൽ 10 വയസ്സ് വരെ ജീവിച്ചിരിക്കും. സ്റ്റേഷനിലെ മനോഹരമായ ആകർഷണങ്ങളിലൊന്ന് വ്യത്യസ്ത കളറുകളിലുള്ള കാറ്റ്ഫിഷ്, വ്യത്യസ്തങ്ങളായ വലിയ സമുദ്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മത്സ്യങ്ങളാണ് നമ്മളെ മുമ്പിൽ ഇവർ ഇങ്ങനെ എത്തിച്ചു തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ജീവിതത്തിൽ അവിടെ ഇവിടെ നിന്നൊന്നും കാണാൻ കഴിയുന്നതല്ല. അത്തരം സ്റ്റേഷനുകളിലും മറൈനുമായിട്ട് ബന്ധപ്പെട്ട അത്തരം സംവിധാനങ്ങളിൽ മാത്രമേ നമുക്കിതൊക്കെ കാണാൻ കഴിയുള്ളൂ. അംബർല കൊക്കാറ്റോ ഒറിജിൻ ഇന്തോനേഷ്യ. അതിലെത്ര പ്രായം ജീവിച്ചിരിക്കുമെന്നതില്ല. എന്താണ് ഗലാ കൊക്കാറ്റോ ഒറിജിൻ ഓസ്ട്രേലിയ. ഒക്കെ വിദേശികളാണ്. എല്ലാ രാജ്യത്തെയും ഇവിടുത്തെ ഉണ്ട്. ഇതെന്താ സംഭവം? ഇവിടെ മെക്സിക്കോ, അമേരിക്ക. ബൊളീവിയക്കാരനാണ്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. സൗത്ത് ആഫ്രിക്ക ലവ് ബേർഡ്സ് സൗത്ത് ആഫ്രിക്കയിലാണ്. 5 മുതൽ 15 വയസ്സ് വരെ ജീവിക്കും. അതിലെ പ്രത്യേക സൗണ്ടാണ് അല്ലേ? സൗണ്ട് ഉണ്ടാക്കടാ. ഉണ്ടാക്കില്ല. ഇവിടെ ഉണ്ടാക്കാം. ആമസോൺ ഒറിജിൻ അമേരിക്കയാണ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഒറിജിൻ ആഫ്രിക്ക. 40 മുതൽ 60 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 60 വയസ്സ് വരെ ജീവിച്ചിരിക്കും. അത് കണ്ണ് തുറക്കണമല്ലോ. ഒറിജിൻ ഓസ്ട്രേലിയ. ഇതിന് വയസ്സ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതൊക്കെ അതിൻ്റെ വയ്ക്കുക. അതിലെ ഹെഡഡ് റോസല്ല ഒറിജിൻ ഓസ്ട്രേലിയ. അത് കഴിക്കുന്നത് നമ്മളെ കടലയാണ് അല്ലേ? ഗ്രീൻ പീസും മറ്റേ കടലയും പയറും. കാബോളി ലെറ്റസ് ഒറിജിൻ ഓസ്ട്രേലിയ. ഇതൊക്കെ കിളികളെ സെക്ഷനാണ്. ഇതൊക്കെ കഴിക്കുന്നതിലെ അത്തരം സാധനങ്ങളാണ്. ഇതൊക്കെ തീറ്റിപ്പറ്റാൻ തന്നെ നല്ല ചിലവ് വരും. ഒറിജിൻ ഓസ്ട്രേലിയ. വൈറ്റ് ഫ്രോണ്ടഡ് ആമസോൺ. അതിൻ്റെ അത് നേരത്തെ പച്ചയാണെങ്കിൽ അതിന് നേരെ ചുവപ്പ്. ബ്ലാക്ക് ക്യാപിറ്റൽ ലോറി ഒറിജിൻ ഐലാൻഡ്. ദ്വീപ് അല്ലേ? ഏത് ദ്വീപാണോ? ഒറിജിൻ അമേരിക്ക. ബ്ലാക്ക് ഹെഡഡ് കേക്യു.
ഇങ്ങനെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ കിളികളൊക്കെ ഇവിടെ കൊടുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഇവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വലിയ എഫേർട്ട് തന്നെയാണ് അല്ലേ. മെക്യൂ ഹാൻസ് മെക്യൂ ഒറിജിൻ അമേരിക്ക. അയ്യവ എന്താണ് സാധനം അല്ലേ. നല്ല ഭംഗിയുള്ളൊരു മുതൽ. ആഫ്രിക്കൻ ഗേ പാരറ്റ്സ് ഒറിജിൻ ആഫ്രിക്ക. ഒക്കെ വ്യത്യസ്ത പാരറ്റുകളാണ്. കുറേ കിളികൾ ഒന്നായിട്ടുണ്ട്. കൊക്കൈൻ ഒറിജിനൽ ഓസ്ട്രേലിയ. അയവ ഇവിടെ ഒരു പ്രത്യേകമായി കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല സംവിധാനത്തോടു കൂടെ മാഷാ അല്ലാഹ്. ഓരോ ജീവികളും എന്താണ് ഭക്ഷിക്കുന്നത് എന്നും അവർക്ക് എങ്ങനെയാണ് താമസിക്കേണ്ടത് എന്നും നല്ല ഗവേഷണം നടത്തിയിട്ട് അതിൻ്റേതായ രീതിയിൽ ഊഷ്മാവും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇത്തരം ജീവികളെ നമ്മൾ കാട്ടുന്ന മറ്റൊക്കെ കൊണ്ടുവന്നാൽ താമസിപ്പിക്കേണ്ടത്. അത് പ്രത്യേകം പഠനം നടത്തേണ്ടതാണ്. ഇത് നല്ലതാണ്. ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ കൂടൊക്കെ നിർമ്മിച്ച് അവരുടെ ഭക്ഷണങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവർ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ സെൻട്രലിൽ ഭക്ഷണം സെറ്റ് ചെയ്തത് മാഷാ അല്ലാഹ്. കഴുത ഇനത്തിൽ അപൂർവമായി കുള്ളം കഴുത അമേരിക്ക മിനിയേച്ചർ ലോഞ്ച്. നെയിം ഡയാന. ലൈഫ് സ്പാൻ 25 മുതൽ 30 വയസ്സ്. പൂർണ്ണ വളർച്ചെത്തിയ കഴുതാണ് അല്ലേ. ചെറിയ കഴുത. പിന്നെ അവിടെ ഇങ്ങനെ എന്തുണ്ട്, തിലാപ്പിയ, അതേപോലെ ഓസ്കാർ, അമേരിക്കയിലുണ്ടാക്കിയ വ്യത്യസ്ത തുർക്കിഷ് തുമ്പ ഷീപ്പ് ഉസ്ബെക്കിസ്ഥാൻ. ചെമ്മരിയാട് അല്ലേ. ഒറിജിൻ ഉസ്ബെക്കിസ്ഥാൻ. 10 മുതൽ 12 വയസ്സിൽ ജീവിച്ചിരിക്കും. ചെമ്മരിയാട് തുമ്പ ഷീപ്പ്. കുള്ളം പശു ആന്ധ്രാപ്രദേശിലെ പുങ്കന്നൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ച ബ്രീഡാണ് പുങ്കന്നൂർ കുള്ളം പശു. വളരെ അപൂർവവും കൗതുകവും ഉയർത്തുന്ന വിലനിലവാരമുള്ള ബ്രീഡാണ്. ചാണകത്തിന് ദുർഗന്ധം ഉണ്ടാവില്ല. വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഇവർ ഏറ്റവും വൃത്തിയുള്ള പശു എന്നും അറിയപ്പെടുന്നു. പരമാവധി ഉയരം 70 സെൻറ്റിമീറ്റർ ടു 90 സെൻറ്റിമീറ്റർ. ആളിവിടെ ഇല്ലേ? ആളിവിടെ പോയി. അത് നല്ല സംഭവം. വിവരണം മാത്രമേ ഉള്ളൂ. ആളായിക്കൂടെ പോയിണ്ടാവും ചിലപ്പോൾ. പശു ഇല്ലേ ഇവിടെ? മിനിയേച്ചർ ഹോഴ്സ്. ഇതാണ് സംഭവം. നെയിം സുഹ്റ. ഇത് വേറെയാണ്. സുഹ്റ. മാഷാ അല്ലാഹ്. അതിൻ്റെ അടുത്ത് നിസ്കാരത്തിനുള്ള മുറി വേറെ തന്നെ ഉണ്ട്. അവിടെ നല്ല വൃത്തിയിൽ സംരക്ഷിക്കണം. പാദരക്ഷയുടെ പുറത്ത് വെക്കാന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പക്ഷി ആഫ്രിക്ക. ലൈഫ് സ്റ്റൈൽ 30 മുതൽ 40 വയസ്സ് വരെ ഒട്ടകപ്പക്ഷി. ഒട്ടകം. അമേരിക്ക 15 മുതൽ 25 വയസ്സ്. ഇതിനും സംവിധാനിക്കാനല്ലേ ഇത്രയൊക്കെ ഓരോരോ വ്യത്യസ്ത സെറ്റപ്പുകളിൽ അത് ചെയ്യാൻ തന്നെ കുറേ എഫേർട്ടും പഠനം കാര്യങ്ങളൊക്കെ നടക്കണം. യമു ഒറിജിൻ ഓസ്ട്രേലിയത്തെ യമു 10 മുതൽ 20 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഒറിജിൻ ചൈനീസാണ്. ഇന്ത്യ പാത്തു നല്ല വൃത്തിയുണ്ട്. പാത്തിന് നല്ല വൃത്തിയുണ്ട് കാണാൻ. മാഷാ അല്ലാഹ്. ജേക്കബ് ഷീപ്പ് ഒറിജിൻ ബ്രിട്ടൻ 10 മുതൽ 15 വയസ്സ് വരെ ജീവിച്ചിരിക്കും. നല്ല ചെമ്മരിയാണ്. ഇവിടെ വ്യത്യസ്തങ്ങളായ കിളികളുണ്ട്. അമേരിക്ക 20 മുതൽ 30 വയസ്സ് വരെ ജീവിച്ചിരിക്കും. നിങ്ങളെ കാണുന്നില്ല അല്ലേ. ഇവിടെയും കുറേ കിളികളുണ്ട്. റെയിൻബോ ഓസ്ട്രേലിയ.
ഡാൽമേഷ്യൻ. ഇനി വ്യത്യസ്ത നായകളെ കാണാൻ പോകുന്നത്. 10 മുതൽ 13 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ക്രൊയേഷ്യത്താണ്. കൂടുതലും ഉറക്കിലായിരിക്കും. രാത്രി കാലങ്ങളിൽ തുറന്നു വിട്ട് വളർത്തും, പകലിൽ അതുകൊണ്ട് നല്ല ഉറക്കമായിരിക്കും. കെയിൻ കോഴ്സ് ഒറിജിൻ ഇറ്റലി, 10 മുതൽ 12 വയസ്സ് വരെ ജീവിച്ചിരിക്കും. പെറ്റ് നെയിം റാമോസ്. റൂട്ട് വീലർ ഒറിജിൻ ജർമ്മനി, 8 മുതൽ 10 വയസ്സ് വരെ ജീവിച്ചിരിക്കും. പെറ്റ് നെയിം മാംബോ. മാംബോണ്. സൈബീരിയൻ ഹസ്കി, സൈബീരിയ, 12 മുതൽ 15 വയസ്സ് വരെ ജീവിച്ചിരിക്കും. പെറ്റ് നെയിം ടർബോ. ഗജില്ലി സാധനങ്ങളാണ്. അമേരിക്കൻ ബുള്ളി ഒറിജിൻ അമേരിക്ക, 8 മുതൽ 15 വയസ്സ് വരെ ജീവിച്ചിരിക്കും. പെറ്റ് നെയിം റൂബിയാണ്. പൊമറേനിയൻ, ജാക്ക് റസൽ ടൈപ്പ്, ചെറിയ പൊമേറിയൻ നായ. മിനിയേച്ചർ പിൻഷർ ഒറിജിൻ ജർമ്മനി, ചെറിയ സംഗതി. 12 മുതൽ 14 വയസ്സ് വരെ ക്യാപ്റ്റിവിറ്റി, ഓൺലി വൈൽഡ്. ആഫ്രിക്കത്താണ്. ചൈനത്തെ പേര് അതുകൊണ്ടാണ് അങ്ങനെ. പെറ്റ് നെയിം കിവിയാണത്. ആമ. ആഫ്രിക്കത്തെ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആമയാണ്. ഇപ്പം നിലവിൽ എത്ര വയസ്സായി എന്നാവോ. പിന്നെ പോരുമ്പോൾ നല്ല മനോഹരമായിട്ട് ഇരിക്കാൻ പറ്റും. ഇത് 20 മുതൽ 25 വയസ്സുണ്ട്. മെക്സിക്കോയത്താണ്. ലിസാർഡ്, 10 മുതൽ 15 വയസ്സ് വരെ, ഒറിജിൻ ആഫ്രിക്ക. ഇവിടേക്ക് എൻട്രി ഇല്ല. കംബോഡിയൻ സ്ക്യുറൽ, 12.8 ഇയേഴ്സ്. കംബോഡിയത്തെ ആൾക്കാരാണ്. നല്ല അടിപൊളിയായിട്ട് ഏറ്റങ്ങൾ നമ്മളെ അനാറ് മനോഹരമായിട്ട് തിന്നുന്നുണ്ട്. കംബോഡിയൻ സ്ക്യുറൽ, കംബോഡിയ. ഇവിടുത്തെ ആൾ നേരെ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു.